മാത്രമാണ് ബാധകമാവുക. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടായിരിക്കും ചൊവ്വാഴ്ച മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുക. എന്തായാലും പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഇനി ഈ പോസ്റ്റൽ ബാലറ്റിന് ഒരു അവസരം ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വ്യക്തത ഉറപ്പാക്കേണ്ടത്. ഗൗതം. ഓക്കെ, രേഷ്മയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. കണ്ണൂർ മലവട്ടത്ത് കോൺഗ്രസ് പ്രവർത്തകനെ CPM ബ്രാഞ്ച് സെക്രട്ടറി മർദ്ദിച്ചതായി പരാതി. 74-കാരനായ നാരായണനാണ് പരാതിയുമായി രംഗത്തെത്തിയത്. സംഭവത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി അനീഷ് കുമാറിനെതിരെ കേസെടുത്തു. വൈരാഗ്യമാണ് മർദ്ദനത്തിന് പിന്നിലെ കാരണം. മിഥുൻ പിള്ള വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാനൂരിൽ ലീഗ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ CPMകാരും തമ്മിൽ അടിപിടിയുണ്ടായി എന്ന വാർത്ത മിഥുൻ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഏതാണ്ട് 2 ദിവസങ്ങൾ കഴിയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനെ CPMകാരൻ തല്ലിയതായി പറയുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഗൗതം, ഇക്കഴിഞ്ഞ 22-ാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കണ്ണൂർ മലപ്പട്ടത്താണ് CPM പ്രവർത്തകൻ കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ചു എന്ന പരാതി ഉയർന്നിരിക്കുന്നത്. 74-കാരനായ നാരായണനാണ് മർദ്ദനമേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി അനീഷ് കുമാറിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് UDFന്റെ സ്ഥാനാർത്ഥിയായി തളിപ്പറമ്പ് മണ്ഡലത്തിൽ മത്സരിച്ച TK ഗോവിന്ദന്റെ പ്രചരണത്തിന് ഈ അനീഷ് എന്ന ബ്രാഞ്ച് സെക്രട്ടറി വാഹനം വിട്ടു നൽകിയെന്ന് നേരത്തെ തന്നെ വിവരങ്ങളുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മലപ്പട്ടം ടൗണിൽ വെച്ച് ഈ നാരായണൻ അനീഷിനോട് ചോദിക്കുകയായിരുന്നു. പാർട്ടി TK ഗോവിന്ദനെതിരാണ് എന്ന് പറഞ്ഞിട്ടും താങ്കൾ എന്തിനാണ് വാഹനം TK ഗോവിന്ദൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വിട്ടു നൽകിയത് എന്നായിരുന്നു ചോദിച്ചത്. ഇതിൻ്റെ പേരിൽ പരസ്പരം വാക്കുതർക്കമാവുകയും ഈ 74-കാരനായ നാരായണനെ ഈ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആക്രമിക്കുകയുമായിരുന്നു. കൈകൊണ്ടിടിച്ച് പരിക്കേൽപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് അനീഷ് കുമാറിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഗൗതം. യെസ്, ഓക്കെ മിഥുൻ. BJP പ്രവർത്തകരെ ആക്രമിക്കാൻ മുൻകൈയെടുത്ത വട്ടിയൂർക്കാവ് SHO വിപിൻ AC-ക്ക് സംരക്ഷണം ഒരുക്കുന്നത് CPM നേതാക്കൾ. ചെങ്ങന്നൂർ SHO ആയിരുന്ന സമയത്ത് നിക്കറും ബനിയനുമിട്ട് വനിതകൾക്ക് മുന്നിൽ കേസ് പരിഹരിക്കാനെത്തിയപ്പോൾ ലൈംഗികാവയവം പ്രദർശിപ്പിച്ചുവെന്ന ഗുരുതര പരാതിയാണ് ഉയരുന്നത്. എന്നാൽ ഇതിനെതിരെ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വട്ടിയൂർക്കാവ് SHO വിപിൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിപിൻ ചെങ്ങന്നൂർ SHO ആയിരുന്ന സമയത്ത്